പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് വെലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ സമാപനമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മധുരയ്ക്കും ഓർമ്മകളും 7 ദിവസത്തെ ക്യാമ്പ് അനുഭവങ്ങളുമായി ഇവർ ഇവിടെ നിന്നും മടങ്ങി. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പാണ് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ NSS ക്യാമ്പ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തത് ഒത്തൊരുമ എന്നുള്ള കാര്യമാണ്. വിവിധ വീടുകളിൽ നിന്ന് വന്ന കുട്ടികൾ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 7 ദിവസം ഒന്നിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുക, പഠിക്കുക, ഒന്നിച്ചിരിക്കുക, പലരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, വേറെ സ്ഥലത്ത് പോയിട്ട് ആ പ്രദേശത്ത് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ NSS ക്യാമ്പ് വഴി നടത്തുന്നത്. മറ്റൊന്ന് ലഹരിയായിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലഹരി ഏറ്റവും കൂടുതൽ ലഹരി ബാധിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങളെ ആ ഒരു പക്വത ഇല്ലാത്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെയാണ്. പക്വത നിങ്ങൾക്ക് ആയിട്ടില്ല. കാരണം 16-17 വയസ്സെന്ന് പറയുന്നത് പക്വതയുടെ ഒരു പ്രായമല്ല. നിങ്ങൾക്കൊരു പക്വത വേണമെങ്കിൽ 20 വയസ്സെങ്കിലും ആവണം. പെരിയ സ്കൂൾ PTA പ്രസിഡന്റ് സത്യൻ മഠത്തിൽ അധ്യക്ഷനായി. വെലാശ്വരം സ്കൂൾ പ്രധാനാധ്യാപകൻ വിഷ്ണു നമ്പൂതിരി, PTA പ്രസിഡന്റ് വിനോദ് കുമാർ P, പെരിയ സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ഗോപാലൻ ചാലിങ്കാൽ, വെലാശ്വരം സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, യോഗാധ്യാപിക P ശ്യാമള എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K സതീശൻ മാസ്റ്റർ സ്വാഗതവും വളണ്ടിയർ ലീഡർ അഭിജിത്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ യോഗാധ്യാപിക P ശ്യാമള, വെലാശ്വരം സ്കൂൾ PTA പ്രസിഡന്റ് വിനോദ് കുമാർ P എന്നിവരെ ആദരിച്ചു. സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ മാതൃകാ പരിപാടികളാണ് NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടന്നത്. പൂന്തോട്ട നിർമ്മാണം, സുകൃത കേരളത്തിന്റെ ഭാഗമായി അംഗൻവാടി ശുചീകരണ പ്രവർത്തനം എന്നിവ നടന്നു. മൂല്യനിർമ്മാണം സൃഷ്ടിപരതയിലൂടെ പാഴ്വസ്തുക്കളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും നടന്നു. സ്നേഹസന്ദർശനത്തിന്റെ ഭാഗമായി വയോജന വീടുകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കൂട്ടുകൂടി നാടുകാണാം പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി NSS വളണ്ടിയർമാർ നാടിന് മാതൃകയായി. ഹരിതസമൃദ്ധി പദ്ധതിയിലൂടെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ പൂന്തോട്ടം ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.